നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക് സീക്വൻസിലെ എക്സൈസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 ways. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് 1ലോ 6ലോ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം സീക്വൻസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 1ലോ 6ലോ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആവണം. അപ്പോൾ എങ്ങനെയായിരിക്കും? 1, അടുത്തത് 6, അടുത്തത് 1ലോ അല്ലെങ്കിൽ 6ലോ അവസാനിക്കുന്ന നമ്പർ ഏതാണ്? 11, അടുത്തത് 16, അടുത്തതായിരിക്കും 21, 26, 31, 36. ഇതായിരിക്കും 1ലോ അല്ലെങ്കിൽ 6ലോ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ്. ഇനി 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് കോമൺ ഡിഫറൻസ് എന്താണ് ഇതിൻ്റെ? 6 - 1 അല്ലെങ്കിൽ 11 - 6 എത്രയാണ്? D = 5 ആണ് അല്ലേ? 6 - 1 11 - 6. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആണ്. 1ൽ തുടങ്ങി 5 കൂട്ടിയതിന് സീക്വൻസ് ആണ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. നമുക്ക് എന്ത് പറയാം? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് 5 ആഡഡ് റിപ്പീറ്റഡ്ലി. ഇപ്പോൾ 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തേതായി അടുത്തത് നോക്കൂ, ഇതിൽ ഓരോ നമ്പേഴ്സിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എന്താ വരിക? 1നെ 5 കൊണ്ട് ഹരിച്ച റിമൈൻഡർ 1, 6നെ 5 കൊണ്ട് ഹരിച്ച റിമൈൻഡർ 1. അപ്പോൾ ഇതിൽ ഓരോ നമ്പേഴ്സിനെ 5 കൊണ്ട് ഹരിച്ച റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ 5 വി ഗെറ്റ് ദ റിമൈൻഡർ 1. ഇപ്പോൾ 2 രീതിയിൽ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ടാങ്ക് കണ്ടെയ്ൻ 1000 liters of water. It flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their number as a sequence. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ടാങ്കിൽ 1000 ലിറ്റർ വെള്ളമുണ്ട്. അത് ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വെള്ളം വീതം പുറത്തേക്ക് ഒഴുകി പോവും. അങ്ങനെയാണെങ്കിൽ ഓരോ സെക്കൻഡിലും ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടായിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അതിനൊരു സീക്വൻസ് ആക്കി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഒരു ടാങ്കിൽ 1000 ലിറ്റർ വെള്ളമുണ്ട്. 1000 ലിറ്റർ വെള്ളമുണ്ട്. ഇത് ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകി പോവും. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? 995 ലിറ്റർ ഉണ്ടായിരിക്കും. ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വെള്ളം ഒഴുകിപ്പോവും. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? അടുത്ത സെക്കൻഡിൽ പിന്നെ 5 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോവും. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? 990. അടുത്ത സെക്കൻഡിൽ 985. അപ്പോൾ ആദ്യം എത്ര വെള്ളമുണ്ട്? ആദ്യം 1000 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ അതാണ് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം. ഇനി ആദ്യത്തെ സെക്കൻഡിൽ 5 ലിറ്റർ വെള്ളം ഒഴുകിപ്പോവും. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? 995. അടുത്ത സെക്കൻഡിലോ 990. അടുത്തത് 985. അപ്പോൾ ഇതായിരിക്കും സീക്വൻസ്. അടുത്തത് നമുക്ക് ആൾജിബ്ര എന്താണെന്ന് നോക്കാം. ആൾജിബ്ര അഥവാ ബീജഗണിതം. എല്ലാ സീക്വൻസിനും ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം ഉണ്ടായിരിക്കും. ഈ ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് സീക്വൻസിലെ എത്രാമത്തെ ടേം വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു 100th ടേം എത്ര ചോദിക്കുകയാണ്, നമുക്കതിൻ്റെ ആൾജിബ്ര അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആൾജിബ്ര എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നമ്മൾ ആദ്യം ചെയ്തിരുന്നു 4 സ്ക്വയേഴ്സിൻ്റെ സൈഡ് ലെങ്ത്ത് 1, 2, 3, 4 ആയ സ്ക്വയേഴ്സ് നമ്മൾ നോക്കിയിരുന്നു. അതിൻ്റെ പെരിമീറ്റർ എന്തായിരുന്നു? പെരിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ പെരിമീറ്റർ എന്താ വരിക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ലെങ്ത്തിന്. 4, അടുത്തത് 8, 12, 16. ഇതായിരിക്കും ഈ സ്ക്വയേഴ്സിൻ്റെ പെരിമീറ്റർ. നമ്മൾ ഇനി പെരിമീറ്ററിൻ്റെ ആൾജിബ്രയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഈ ആൾജിബ്ര ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് അതിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? 4 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്?
ഓരോ ടേംസിന് ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് d = 4. ഓരോ ടേംസിന് നമുക്ക് പേര് കൊടുക്കാം. x1, സെക്കൻഡ് ടേം x2, തേർഡ് ടേം x3, ഫോർത്ത് ടേം x4. അപ്പോൾ x1 എന്താണ്? ഫസ്റ്റ് ടേം എന്താണ്? 4 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? 4 ആണ്. അപ്പോൾ ആൾജിബ്ര ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്? ആ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും. അപ്പോൾ അതാ ഇനി x1 = 4, x2 എന്ത് പറയാം? x2 = 4 + d എന്ന് പറഞ്ഞൂടെ? 4 + x2 എങ്ങനെ കിട്ടും? ഈ x1നോട് കൂടി ഈ d ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തത് x3 = 4 + d + d. ഒരു വട്ടം കൂടി 4 ആഡ് ചെയ്ത് നമുക്ക് x3 കിട്ടും. x4 = 4 + d + d + ഒരു വട്ടം കൂടി ആഡ് ചെയ്ത് നമുക്ക് x4 കിട്ടും, എക്സെട്ര. നമുക്ക് ഫോർമുല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. എന്താണ് ആദ്യം? x1 = 4, x2 = 4 + d. അടുത്തത് x3 = 4 + d + d എന്ത് പറയാം? 2d. x4 = 4 + എത്ര d ഉണ്ട് ഇവിടെ? 3d, എക്സെട്ര. ഇനി നമുക്ക് ജനറലായിട്ട് പറഞ്ഞാൽ എന്താ വരും? xn = നോക്കൂ 4 + ഇവിടെ x2 ആകുമ്പോൾ ഇവിടെ എത്ര d ഉണ്ട്? 1d ഉണ്ട്. x3 ആകുമ്പോൾ 2d, x4 ആകുമ്പോൾ 3. അപ്പോൾ xn ആകുമ്പോൾ എന്ത് വരും? n-1d. അപ്പോൾ ഇതാണ് അതിൻ്റെ nth ടേം കിട്ടുക. അപ്പോൾ ഈ 4 എന്താണ് ഇവിടെ? x1 ആണ്. അപ്പോൾ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ നമുക്ക് പുതിയ ഫോർമുല കിട്ടും. 4ന് പകരം x1 കൊടുക്കാം. x1 + n-1 × d. ഇതാണ് സീക്വൻസിലെ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയണം? ഫസ്റ്റ് ടേം x1 അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. ഇനി നമുക്ക് ഇതിൻ്റെ പെരിമീറ്ററിൻ്റെ ആൾജിബ്ര ഉണ്ടാക്കി നോക്കാം. എന്താണ് ഇവിടെ? x1 4 ആണ്, d 4 ആണ്. അപ്പോൾ എന്ത് വരും? xn = x1 എന്താണ്? 4 ആണ്, ഡിയും 4 ആണ്. 4 + n-1 × 4. 4 + ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എന്ത് വരും? 4n - 4 ക്യാൻസൽ ചെയ്യാം. ദാറ്റ് = 4n. അപ്പോൾ xn = 4n ആണ് ഈ സ്ക്വയേഴ്സിൻ്റെ പെരിമീറ്ററിൻ്റെ ആൾജിബ്ര. നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ ഫോർ n = 1 എന്ത് വരും? n-ന് പകരം 1. x1 = 4 × 1 ദാറ്റ് = 4. അപ്പോൾ ഫസ്റ്റ് ടൈം എന്താണ്? x1 എന്താ കിട്ടിയത്? 4. ഫോർ n = 2. x2 = 4 × 2 ദാറ്റ് = 8. ഫോർ n = 3 എന്ത് വരും? x3 = 4 × 3 ദാറ്റ് = 12. നമുക്ക് ഓരോ ടേംസ് നമുക്ക് കിട്ടും. ഈ ആൾജിബ്ര ആണെങ്കിൽ നമുക്ക് സീക്വൻസിൽ എത്രാമത്തെ ടേം വേണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് നമുക്ക് സ്ക്വയേഴ്സിൻ്റെ ഏരിയയുടെ ആൾജിബ്ര ഉണ്ടാക്കി നോക്കാം. ഏരിയ നോക്കൂ, എന്താണ്? സ്ക്വയർ ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്താൽ മതി. 1, 4, 9, 16 ഇതായിരിക്കും ഓരോ സ്ക്വയേഴ്സിൻ്റെയും ഏരിയ കിട്ടുക. നമ്മൾ ഏരിയയുടെ ആൾജിബ്രയാണ് ഉണ്ടാക്കാൻ പോകണം. നേരത്തെ നമ്മൾ പെരിമീറ്ററിൻ്റെ ആൾജിബ്രയാണ് ഉണ്ടാക്കിയത്. ഇനി അടുത്തത് ഏരിയയുടെ ആൾജിബ്രയാണ് ഉണ്ടാക്കാൻ പോണത്. നോക്കൂ, നേരത്തെ നമ്മളൊരു കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ഫോർമുല ഒക്കെ എഴുതി. അത് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതിന് കോമൺ ഡിഫറൻസ് ഇല്ല, അത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓരോ ടേംസിന് x1, x2, x3, x4 എന്ന് പേര് കൊടുക്കാം. നോക്കൂ, x1 = എന്താണ്? x1 1. നമുക്ക് 1² എന്ന് പറയാം. ദാറ്റ് = 1. x2 = എന്ത് പറയാം? x2 4 ആണ്. ദാറ്റ് = 2² = 4. x3 = 3² = 9. അടുത്തത് x4 = 4² = 16, എക്സെട്ര. ഇൻ ജനറൽ xn = എന്ത് വരും? n². xn = n². ഇതാണ് ഏരിയയുടെ ആൾജിബ്ര. അടുത്ത എക്സാമ്പിൾ നോക്കാം.
സൈഡ് ലെങ്ത് 1, 1.5, 2, 2.5. ഈ സ്ക്വയറിൻ്റെ പെരിമീറ്ററിൻ്റെ ആൾജിബ്രയാണ് നോക്കണത്. ഇത് 4 സ്ക്വയേഴ്സ് ആണ്. ഇതിൻ്റെ പെരിമീറ്റർ എന്തൊക്കെയായിരിക്കും? പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ കണ്ടുപിടിക്കുക, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 1.5 6, അടുത്തത് 8, അടുത്തത് 10. ആദ്യം നമുക്കിതിൻ്റെ സൈഡ് ലെങ്ത്തിൻ്റെ ആൾജിബ്ര നോക്കാം. 1, 1.5, 2, 2.5. നമുക്ക് ജസ്റ്റ് ഇതിന് മാറ്റി എഴുതാം. 1ന് പകരം 2/2, 1.5ന് എന്ത് പറയാം? 3/2, 2ന് നമുക്ക് 4/2, 2.5ന് 5/2. അപ്പോൾ ഈ സീക്വൻസ് നോക്കി നോക്കൂ. ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണ്, 2 ആണ്. ന്യൂമറേറ്റർ എന്താണ്? 2, 3, 4, 5. ആദ്യം നമുക്ക് ആ സീക്വൻസ് നോക്കി നോക്കാം. 2, 3, 4, 5. ഈ സീക്വൻസ് നോക്കൂ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട്. നമുക്കപ്പോൾ ജസ്റ്റ് ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ആൾജിബ്ര കണ്ടുപിടിക്കാൻ നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. x1 എന്താണ്? ഇവിടെ ഫസ്റ്റ് ടേം 2 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? 3 - 2 അല്ലെങ്കിൽ 4 - 3. കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എന്താണ്? 1 ആണ്. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല എന്താണ്? xn = x1 + n - 1 × d. എന്ത് വരും? x1 എന്താണ്? xn = x1 2 ആണ്. 2 + n - 1 × d എത്രയാണ്? 1. That is equal to 2 + n - 1. That is equal to n + 1. നമുക്ക് എന്ത് കിട്ടി? ഈ സീക്വൻസിൻ്റെ ആൾജിബ്ര xn = n + 1 ആണ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ എന്തായിരിക്കും? ഡിനോമിനേറ്ററിൽ ഒരു 2 കൂടി ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് xn = n + 1/2. ഇതായിരിക്കും ഈ സീക്വൻസിൻ്റെ ആൾജിബ്ര. അതായത് ഈ സീക്വൻസിൻ്റെ സൈഡ് ലെങ്ത്തിൻ്റെ സീക്വൻസിൻ്റെ ആൾജിബ്ര. ഇനി നമുക്ക് വേറെ ഇതിൽ എളുപ്പമായിട്ട് ചെയ്യാം. ജസ്റ്റ് ഇതിൽ കൊടുത്താൽ മാത്രം മതി. ഓരോ ടേംസിനും നമുക്ക് എന്ത് പറയാം? ഇത് x1. x1 എന്താണ്? മാറ്റിയതിൻ്റെ ആവശ്യമില്ല. x1 = 1. d എത്രയാണ്? കോമൺ ഡിഫറൻസ്. കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ഹാഫ്. ദാറ്റ് ഈസ് xn = ഫോർമുല എന്താണ്? x1 + n - 1 × d. x1 എന്താണ്? 1 + n - 1 × d എത്രയാണ്? ഹാഫ്. 1 + ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ n × 1/2 n/2 -1 × 1/2 -1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 1/2 എത്ര വരിക? 1/2 + n/2. ദാറ്റ് ഈസ് 1 + n/2. മാറ്റി എഴുതാം. n + 1/2. ഇതല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്. ഇനി നമുക്ക് അടുത്തത് പെരിമീറ്ററിൻ്റെ ആൾജിബ്ര ഉണ്ടാക്കാം. പെരിമീറ്റർ എത്രയാണ്? 4, 6, 8, 10. അപ്പോൾ ഇത് x1, x2, x3, x4. അപ്പോൾ ഫോർമുല എന്താണ്? xn = x1 + n - 1 × d. ദാറ്റ് ഈസ് xn = x1 എന്താണ്? 4 + n - 1 × d. d എത്രയാണ്? കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 2. ദാറ്റ് ഈസ് 4 + n - 1 × 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2n - 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 4 - 2 2 + 2n. ദാറ്റ് ഈസ് ഈക്വൽ 2n + 2. 2 പുറത്തേക്ക് എടുത്താൽ n + 1. അപ്പോൾ xn = 2 × n + 1 ആണ് ഈ പെരിമീറ്ററിൻ്റെ സീക്വൻസിൻ്റെ ആൾജിബ്ര. അപ്പോൾ ഇങ്ങനെയാണ് ആൾജിബ്ര കണ്ടുപിടിക്കുക. നമുക്കിതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.